നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയ ജനപ്രതിനിധികളിൽ ഭൂരിഭാഗം പേർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായെന്നുമാണ് റിപ്പോർട്ട്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കേരള ഇലക്ഷൻ വാച്ചും സംയുക്തമായി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. ആകെ 140 വിജയികളിൽ 135 പേരുടെ സത്യവാങ്മൂലമാണ് വിശകലനം ചെയ്തത്. റിപ്പോർട്ട് പ്രകാരം 114 MLA-മാർ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 96 പേർ മാത്രമായിരുന്നു. ഇതിൽ 77 പേർക്കെതിരെ ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട്. കഴിഞ്ഞ തവണ 37 പേർ മാത്രമായിരുന്നു ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കൊലപാതക കേസും മറ്റൊരാൾക്കെതിരെ വധശ്രമ കേസും നിലവിലുണ്ട്. 3 പേർക്കെതിരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഇതിൽ ഒരാൾക്കെതിരെ ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിനുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിജയിച്ച 59 കോൺഗ്രസ് MLA-മാരിൽ 53 പേരും ക്രിമിനൽ കേസുകളുള്ളവരാണ്. CPM-ൽ വിജയിച്ച 26 പേരിൽ 20 പേരും BJP-യിൽ വിജയിച്ച 3 പേരും തങ്ങൾക്കെതിരെ കേസുകളുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക നില പരിശോധിച്ചാൽ 135 വിജയികളിൽ 93 പേരും കോടീശ്വരന്മാരാണ്. 2021 ഇത് 75 പേരായിരുന്നു. MLA-മാരുടെ ശരാശരി ആസ്തി 2021 3.12 കോടിയിൽ നിന്ന് 2026 6.94 കോടിയായി ഉയർന്നു. വിശകലനം ചെയ്ത 135 പേരുടെ ആകെ ആസ്തി 937 കോടി രൂപയാണ്. സമ്പന്നരിൽ ഒന്നാമൻ കുട്ടനാട്ടിൽ നിന്നുള്ള കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി റെജി ചെറിയാനാണ്. 218 കോടി രൂപയിലധികം ആസ്തിയാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 111 കോടി രൂപയുടെ ആസ്തിയുമായി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതും 68 കോടി രൂപയുമായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം മൂന്നാമതുമാണ്. ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള വിജയിയും രാജീവ് ചന്ദ്രശേഖറാണ്. 109 കോടി രൂപ. വിജയിച്ചവരിൽ 98 പേർ ബിരുദമോ അതിനു മുകളിലോ വിദ്യാഭ്യാസമുള്ളവരാണ്. 31 പേർ 8ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഇടയിൽ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നാൽ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം വീണ്ടും കുറഞ്ഞു. 9 വനിതാ MLA-മാർ മാത്രമാണ് ഇത്തവണ സഭയിലുള്ളത്. 2021 ഇത് 11 പേരായിരുന്നു. 2026 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട 55 MLA-മാരുടെ ശരാശരി ആസ്തിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 20% വർധനവുണ്ടായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്.